ഈ ഇടവകയിലുള്ള ആൾക്കാർ ചില സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അച്ഛാ അവര് കുടുംബ യൂണിറ്റിന് വരാറില്ല, നമ്മൾ നടത്തുന്ന പിരിവുകളോട് സഹകരിക്കാറില്ല. അച്ഛൻ അവരുടെ വീട്ടിലൊരു കാര്യം ഉണ്ടാവുമ്പം അച്ഛനും അവരോട് സഹകരിക്കരുത്, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കരുത്. ആ കൊച്ചു അങ്ങനെ അവരങ്ങനെ പോണവരാണ്, നടത്തി കൊടുക്കരുത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ചിന്തകളിൽ ഉണ്ടാവണ ഒരു കാര്യമാണ്, അവര് പ്രാർത്ഥിക്കാത്തവരാണ്, അപ്പൊ അവരുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ ഉണ്ടാവണം. അവരങ്ങനെ പോകുന്നവരാണ്, അവരുടെ ജീവിതത്തിൽ അങ്ങനെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ ഇടവകയിലാവുമ്പോൾ എൻ്റെ അടുത്ത് വഴക്ക് കൂടുന്നവരും ബഹളം വെക്കണവരും എന്നെ ചീത്ത വിളിക്കുന്നവരും എന്നെ കുറ്റം പറയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ സത്യം പറയാല്ല, ചില സമയത്തേക്കാണെങ്കിലും ഉള്ളിൽ ഒരു വിചാരം വരും, അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും പറ്റണ ഒരു വചനമാണ് ഇന്ന് ഈ ഈശോ വചനത്തിൽ പറയുന്നത്. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യും. കർത്താവിന് ആ നോട്ടമില്ല. ശിഷ്ടനാണ്, ദുഷ്ടനാണ്, നീതിമാനാണ്, നീതിരഹിതനാണ്, നിനക്ക് തരാനുള്ളതൊക്കെ കർത്താവ് തരും. നിന്നെ എങ്ങനെയൊക്കെ നല്ലതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നല്ലതാക്കാൻ ഈശോ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മുഖം നോട്ടം ഈശോയ്ക്കില്ല. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോയുടെ മനസ്സ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയാലേ നമുക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അയാൾ എന്നെ കുറ്റം പറയുന്നവനാണ്, അയാൾക്ക് നല്ലതുണ്ടാവരുത്. അതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ചിന്താഗതി. ഈ നോമ്പുകാലത്ത് നമുക്ക് അതൊന്ന് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.